ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട പരസ്യപ്രചാരണം അവസാനിക്കാറായി. 10 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, KS ഈശ്വരപ്പ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ഡിംപിൾ യാദവ്, ശിവരാജ് സിംഗ് ചൌഹാൻ, സുപ്രിയ സുലെ തുടങ്ങിയ പ്രമുഖരൊക്കെ മൂന്നാം ഘട്ടത്തിലാണ് മത്സരരംഗത്തിറങ്ങുന്നത്. സൂറത്തിൽ എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിനെ തുടർന്ന് BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതും വലിയ വാർത്തയായിരുന്നു. 26 സീറ്റുകളിലാണ് ഗുജറാത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എത്ര മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്, എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കർണാടകത്തിൽ ആദ്യഘട്ട വോട്ടെടുപ്പിലെ വിധിയെഴുത്ത് നമ്മൾ കണ്ടുകഴിഞ്ഞു. രണ്ടാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. 14 സീറ്റുകൾ മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുത്തിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ 11 സീറ്റുകളിൽ മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്നു. ഉത്തർപ്രദേശിൽ 10, മധ്യപ്രദേശിൽ 8, ഛത്തീസ്ഗഡിൽ 7 എന്നിങ്ങനെയാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ബീഹാറിലെ 5 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുത്ത്. അസമിൽ 4, പശ്ചിമബംഗാളിൽ 4, ഗോവയിലെ 2 സീറ്റുകൾ, ഒപ്പം ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നിങ്ങനെ 2 സീറ്റുകൾ, ഒപ്പം ജമ്മു കശ്മീരിലെ ഒരു സീറ്റിലും വോട്ടെടുപ്പ് നടക്കുന്നത് മൂന്നാം ഘട്ടമായ 7-ാം തീയതിയാണ്. അതിനായുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി ഓരോ സ്ഥലങ്ങളിലും എത്ര സ്ഥാനാർത്ഥികൾ വീതം മത്സര രംഗത്തുണ്ട് എന്നുകൂടി നോക്കാം. അസമിലെ സീറ്റുകളിൽ ആകെ മത്സര രംഗത്തുള്ളത് 47 സ്ഥാനാർത്ഥികളാണ്. ബീഹാറിൽ 54, ഛത്തീസ്ഗഡിൽ 168, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു ഈ 2 സീറ്റുകളിലായി 12 പേർ, ഗോവയിൽ 16 പേർ, ഗുജറാത്തിൽ 26 സീറ്റുകളിലായി 266 പേർ. അതിൽ ഒരു സീറ്റിൽ നിന്നുള്ള എല്ലാ സ്ഥാനാർത്ഥികളും പിന്മാറി, ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് അവശേഷിക്കുന്നത്. ജമ്മു കശ്മീരിൽ 20 പേർ മത്സരരംഗത്തുണ്ട്. കർണാടകത്തിൽ 14 സീറ്റുകളിലേക്ക് 227 പേർ മത്സരരംഗത്തുണ്ട്. മധ്യപ്രദേശിൽ അത് 127 ആണ്. മഹാരാഷ്ട്രയിൽ 258, ഉത്തർപ്രദേശിൽ 100, പശ്ചിമബംഗാളിൽ 57 എന്നിങ്ങനെയാണ് മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും എത്ര വീതം ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി? പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഒന്നാണ്. ഒന്നാം ഘട്ടത്തിൽ ആകെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് 66.14% ആളുകളാണ്. രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ വിധിയെഴുതിയ രണ്ടാം ഘട്ടത്തിൽ ആകെ പോളിംഗ് 66.71%. കഴിഞ്ഞ തവണത്തേക്കാൾ 3%-നെങ്കിലും കുറവുണ്ടായിരിക്കുന്നത് ആരെയാണ് തുണയ്ക്കുക എന്നുള്ളതാണ് ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നത്.